അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അലൈഹി വസല്ലം അമ്മാ ബഅദ്. ഞാൻ വിളിച്ചോണ്ട് മാത്രമതിലാണ്, ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇവിടെ എത്തിയല്ലോ. നമ്മളത് എന്താ പറയുക, 4 കാലം വരെ കുറച്ച് ഓടും കയറ്റി, പിന്നെ എവിടെ കുറേ തെങ്ങും കവുങ്ങൊക്കെ സംഘടിപ്പിച്ചുണ്ടാക്കിയ ഒരു മദ്രസയായിരുന്നത്. അതിപ്പം ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അവിടുന്ന് പോന്നിട്ടാണ് പിന്നെ അത് വാർപ്പിട്ട്, പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ആദ്യം ആ തെങ്ങിൻ്റെ കൗക്കോല എടുത്ത് മുകളിൽ വെച്ച്, പിന്നെ അത് കെട്ടിമറിഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ ഇരുമ്പിൻ്റെ കൗക്കോലാക്കി ഓടിട്ട് അങ്ങനെ സ്ഥിതിയിൽ പേശം നല്ല ടൈൽസൊക്കെ ഇട്ട് വളരെ ഭംഗിയായ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് പോരാ, കുട്ടികൾക്ക് സ്മാർട്ട് റൂം, ഇപ്പോൾ ഈ സ്മാർട്ടിൻ്റെ കാലമാണല്ലോ കോളേജിലും സ്കൂളുകളിലൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് ഈ പഴയ നമ്മളെ പണ്ടത്തെ രീതിയൊന്നും പറ്റില്ല. ഇപ്പോൾ സ്മാർട്ട് വേണം. അപ്പോൾ ആ സ്മാർട്ട് റൂം ഉണ്ടാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കുറച്ച് സ്ഥലം, 1 സെൻറ്റോ 2 സെൻറ്റോ വാങ്ങണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലം കിട്ടുന്നില്ല. 1 സെൻറ്റും 2 സെൻറ്റായിട്ട് ഇവിടെ കിട്ടിയ ഒരു പ്രയാസമായതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു സ്ഥലം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങോട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിനോട് പുറപ്പെട്ട് കിട്ടും. ഇങ്ങനെ ഇത്ര എളുപ്പത്തിൽ ശരിയാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അതാണ്ട് മെനക്കെട്ടപ്പം ഇവിടെ ആൾക്കാരുടെ അടുത്ത് പൈസ ഇല്ലാത്ത ആൾക്കാർ ആരുമില്ല. അപ്പം കുറച്ച് ആൾക്കാർ ഇറങ്ങി. ഇനി ഇറങ്ങാൻ വിട്ടുപോയവർക്ക് ഇനി ചാൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട്. ഓരോരുത്തർ ഒരു 4-5 ലക്ഷം ഓരോരുത്തർ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും ഒരു പ്രയാസമില്ല. 5 ലക്ഷം കൊടുക്കാതെ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ ഏക്കർ കണക്ക് സ്ഥലം പണ്ട് വഖഫ് ചെയ്ത ആൾക്കാരുണ്ട് ഇവിടെ. ഒരു ആഹാരം വിചാരിച്ചിട്ടാണ് കൊടുത്തത്. എന്ന മാതിരി നമുക്ക് കാലാകാലം എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്ത് വേണം? ജാരിയായ സദക്ക എന്നൊരു സാധനമുണ്ട്. സാധാരണ സദക്കല്ല, ജാരിയായ സദക്ക പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടി പഠിച്ചു പോകുന്നിടത്തോളം കാലം അതിൻ്റെ കൂലി നമ്മളെ ഖബറിൽ കണ്ടെത്തും. അതേമാതിരി ഇവിടെ ആരെങ്കിലും സുജൂദ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂലി നമുക്ക് അവിടെ എത്തും. അതാണ് ജാരിയായ സദക്ക പറഞ്ഞത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിന് എന്തൊരു 3-4 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ആയാലും കൊടുക്കാൻ കഴിയാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഇവിടെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ TP പറഞ്ഞല്ലോ, വലിയൊരു പ്രതീക്ഷ ഇപ്പം വിദേശത്ത് നിന്ന് പോയാണ്ട് ഞാനും അതിനെതിരെ തന്നെയാണ്. വിദേശത്തുകാരല്ല ഇത് ഉണ്ടാക്കേണ്ടത്, നമ്മളെ വിയർപ്പോട് ഉണ്ടാക്കണം. പണ്ട് ഗഫൂർമലി പറയാറുണ്ട്, ഈ പള്ളിക്കൊക്കെ പിരിക്കാൻ നടക്കുമ്പോൾ പറയും നമ്മളെ വിയർപ്പോണ്ട് ഉണ്ടാക്കണം പള്ളി, അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയാറുണ്ട്. എന്നതുപോലെ നമ്മൾ ഇതിന് തുനിഞ്ഞിറങ്ങിയാൽ എല്ലാം ശരിയാവും. നമുക്ക് സ്മാർട്ട് റൂം ഉണ്ടാവും. എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾ പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ സന്നദ്ധമായ ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കുക. ഏതായാലും അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.